ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ NBF കാൺസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു അങ്കമാലി മാങ്ങാക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വലിയൊരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഒരു വലിയ സവാള, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ അരമുറി തേങ്ങ ഞാൻ തിരികെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ 1/4 പാലും 2/4 പാലും എടുക്കണം. മാങ്ങയിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1 സ്പൂൺ വിനാഗിരി ഇത്രയും ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ശേഷം ഒരു കറിച്ചട്ടിയിലാണ് ഞാൻ കറി വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് സവാള, ഇഞ്ചി ഇത് കണക്ക് ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് അതിൽ 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ വെളിച്ചെണ്ണ, ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ലവണ്ണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്കമാലിയിലൊക്കെ കല്യാണങ്ങൾക്കൊക്കെ ഈ മാങ്ങാക്കറി അവിടെ ഫേവറേറ്റ് എന്നാണ് പറയുന്നത്. നല്ലവണ്ണം കൈകൊണ്ട് തന്നെ നമുക്ക് ഞെരടി കൊടുക്കാം. ഈ മാങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2/4 പാല് ചേർത്ത് കൊടുക്കാം. 2/4 പാലും 1/4 പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. 2/4 പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് വേവിക്കാം. ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം. ഇപ്പം നല്ലവണ്ണം കറി തിളച്ച് വന്നിട്ടുണ്ട്. മാങ്ങയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 പാൽ ഒഴിച്ച് കൊടുക്കാം. 1/4 പാൽ ഒഴിച്ചാൽ അധിക നേരം തിളപ്പിക്കരുത്. കറിച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് കാണും. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. 1/4 പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ താളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് ചട്ടിയിൽ ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 2-3 ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്. ചെറിയ ഉള്ളി ഇട്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും എല്ലാം എനിക്കുണ്ടെങ്കിലേ എനിക്ക് എൻ്റെ വീഡിയോ മുന്നോട്ട് പോകത്തുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.